ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, മൗലിദുൽ ഹുസ്നൈനിയുടെ 25-ാമത്തെ അധ്യായത്തിലാണ് നാം ഉള്ളത്. ഇസ്രാ മിഅ്റാജിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളിൽ എത്തി. ഓരോ ആകാശങ്ങളിലും പ്രവാചകന്മാരിൽ പ്രധാനികളെ കണ്ടു എന്നും ഓരോ ആകാശങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ആ ആകാശം നേരത്തെ തുറക്കപ്പെട്ടിട്ടില്ല, മറിച്ച് ആ ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതിന് ശേഷം അനുമതി തേടി ചെക്കിങ് കഴിഞ്ഞ ശേഷമാണ് തുറക്കപ്പെട്ടത് എന്ന്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ പലതും നാം വിവരിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട അതിഥി വരുമ്പോൾ നേരത്തെ തുറന്നു വെക്കേണ്ടതല്ലായിരുന്നോ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന ചോദ്യത്തിന് യുക്തമായ ധാരാളം മറുപടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു. ഇന്ന് നമുക്ക് പറയാനുള്ളത് 7 ആകാശം കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടെത്തി? സുമ്മ ഇലാ സിദ്റത്തിൽ മുൻതഹ വഹിയ ബിസ്സഖാരിഫി തസ്ദാൻ സുമ്മ ഇലാ മാ ഷാ അല്ലാഹ് വഫുരിള അലൈഹി സ്വലവാതു വറഅത് റബ്ബഹു മിൻഹുൽ ഐനാൻ മുനസ്സഹൻ അനിൽ കമ്മി വൽ കൈഫി വൽ ജിഹാത്തി വൽ മക്കാൻ. 7 ആകാശങ്ങൾ അപ്പുറത്ത് ഉള്ള ഒരു മഹാസൃഷ്ടിയാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റ എന്ന് പറഞ്ഞാൽ എലന്തമരം എന്നാണ് അർത്ഥം. മുൻതഹ എന്ന് പറഞ്ഞാൽ എൻഡ് എന്നും. അപ്പം അതൊരു എൻഡിങ് പോയിൻ്റാണ്. അത് ആരുടെ എൻഡിങ് പോയിൻ്റാണ്? അത് മലക്കുകളുടെ നഖീബായ, മലക്കുകളുടെ ലീഡറായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എൻഡിങ് പോയിൻ്റാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള സുഫ്ലിയീങ്ങളായ മലക്കുകൾ, പ്രപഞ്ചത്തിൻ്റെ തായ്ഭാഗവുമായി ബന്ധപ്പെട്ട മലക്കുകൾ. ഈ സുഫ്ലിയീങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, 7 ആകാശങ്ങളും അതിൻ്റെ ചുവടയുമുള്ള മലക്കുകളാണ് സുഫ്ലിയീങ്ങളായ മലക്കുകൾ. ആ മലക്കുകളുടെ ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള സുഫ്ലിയീങ്ങളായ മലക്കുകൾ ആരും സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് പോകില്ല. അത് അവരുടെ എൻഡിങ് പോയിൻ്റാണ്, എൻഡിങ്ങിൻ്റെ മരമാണ്. അതാണ് സിദ്റത്തുൽ മുൻതഹ. മാത്രമല്ല അത് ആരിഫീങ്ങൾ, കിബാറുൽ ഔലിയ അല്ലാത്ത ഔലിയാവിൻ്റെ കൂട്ടത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർ അല്ലാത്ത ഔലിയ, അങ്ങനെയുള്ള ഔലിയാൻ്റെയും സിദ്റത്തുൽ മുൻതഹ അവരുടെ മഅരിഫത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ദർശനത്തിൻ്റെ കശ്ഫിൻ്റെ എൻഡിങ് പോയിൻ്റാണ് സിദ്റത്തുൽ മുൻതഹ. എന്നാൽ കിബാറുൽ ഔലിയ എന്ന് പറയപ്പെടുന്ന അഖ്താബ്, അഖവാസ് എന്നൊക്കെ ഡിഗ്രിയിലെത്തിയ മഹാന്മാർ, അതുപോലെ അംബിയ മുർസലീങ്ങൾ, അവരുടെ സിദ്റത്തുൽ മുൻതഹ ഈ പറഞ്ഞ 7-ാം ആകാശത്തിൻ്റെ മുകളിലുള്ള മരം അല്ല. അവരുടെ സിദ്റത്തുൽ മുൻതഹ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, പ്രപഞ്ചം തുടങ്ങിയ ആ പോയിൻ്റ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിൻ്റ്, ആ എൻഡിങ് പോയിൻ്റിലാണ് നൂറ് മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദീയത്ത് നിലകൊള്ളുന്നത്. ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിൻ്റെ ഒരു നാമമാണ് സിദ്റത്തുൽ മുൻതഹ. അപ്പം അത് വേറൊരു സിദ്റത്തുൽ മുൻതഹയാണ്. അത് അള്ളാഹു അല്ലാത്ത സർവരുടെയും സിദ്റത്തുൽ മുൻതഹയാണ്. ഈ പറയുന്ന സിദ്റത്തുൽ മുൻതഹ വിട്ട് കടന്ന ഏതെങ്കിലും സെറ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സിദ്റത്തുൽ മുൻതഹയാണ് നൂറ് മുഹമ്മദി. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇലാ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ വരെ എത്തി. അതുവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. വഹിയ, ഈ സിദ്റത്തുൽ മുൻതഹ ബിസ്സഖാരിഫി തസ്ദാൻ, വലിയ ഡെക്കറേഷനുകളാൽ ഭംഗിയായിട്ടുണ്ട്. അത് ഹദീസിൽ തന്നെ പറഞ്ഞു. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന് അല്ലാഹു തആല മുത്തുനബിയുടെ ആഗമനം പ്രമാണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ നാവുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഡെക്കറേഷൻ
സിദ്റത്തുൽ മുൻതഹയിൽ അല്ലാഹു തആല ചെയ്തിരുന്നു. അത് പടപ്പുകൾ ചെയ്യുന്ന ഡെക്കറേഷൻ്റെ മേലെ ആയിരിക്കുമല്ലോ സൃഷ്ടാവ് ചെയ്യുന്ന ഡെക്കറേഷൻ. എന്തിനാണത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യാൻ. നാം സഫർ മാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണുള്ളത്. സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ വെള്ളിയാഴ്ച. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇനി റബീഉൽ അവ്വലാണ് വരാൻ പോകുന്നത്. റബീഉൽ അവ്വലിനെ നാം സ്വാഗതം ചെയ്യണം. ആ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ മുഅ്മിനീങ്ങൾ, ഈമാനുള്ള മുഹിബ്ബീങ്ങൾ, അറിവും ഈമാനും മഹബത്തുമുള്ള മുഅ്മിനീങ്ങൾ അവരുടെ വീടുകളിലും പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ വർണ്ണത്തോരണങ്ങളാൽ ഡെക്കറേഷൻ ചെയ്യും. വർണ്ണങ്ങളുള്ള പല ലൈറ്റുകളാലും ഡെക്കറേഷൻ ചെയ്യും. അതിൽ പിശുക്ക് കാണിക്കില്ല. സ്വന്തം മകൻ്റെ കല്യാണത്തിനും സ്വന്തം മകളുടെ കല്യാണത്തിനും ഒക്കെ വീട്ടിൽ വലിയ ഡെക്കറേഷൻ ചെയ്യുന്നവരാണ് നമ്മളിൽ അധിക പേരും. റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമായതുകൊണ്ട് അതിന് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അത് ഒരു അമിതത്വമല്ലേ, അത് കാശ് വെറുതെ ചെലവാക്കലല്ലേ എന്ന് സംശയം ചോദിക്കുന്ന എല്ലാവരും അവരുടെ വീട്ടിലുള്ള കല്യാണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സമ്മേളനങ്ങളിൽ ഒക്കെ ധാരാളം ഡെക്കറേഷനും വേണ്ടി, ഭംഗിക്ക് വേണ്ടി ലൈറ്റുകളും തോരണങ്ങളും ലക്ഷങ്ങൾ ചെലവാക്കി അവർ ചെയ്യുന്നുണ്ട് എന്നത് വിരോധാഭാസമാണ്. അപ്പോൾ എല്ലാ ഡെക്കറേഷനും ചെയ്ത് സന്തോഷ പ്രകടനം നടത്തേണ്ടത് മുഅ്മിനീങ്ങൾ അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. കല്യാണത്തിന് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കല്യാണത്തിന് ചെയ്യുന്നവർ റബീഉൽ അവ്വലിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. ഏത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ചെല്ലുമ്പോൾ ഡെക്കറേഷൻ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഭാഗത്ത് വലിയ ഡെക്കറേഷൻ അല്ലാഹു തആല നടത്തി. അത് എന്തിനാ? അത് റസൂലുള്ളാഹിനെ സ്വാഗതം ചെയ്യാനോ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാം. അതുപോലെ അല്ലാമ ബാജൂരി അവരുടെ നിഅമത്തുൽ കുബ്ര, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല എഴുതിയ നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന മൗലിദിൻ്റെ വ്യാഖ്യാനത്തിൽ ഹാഷിയയിൽ അല്ലാമ ബാജൂരി പറഞ്ഞതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്ന സമയം ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്നും ആദ്യമായി ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മുത്തുനബിയുടെ ആഗമനത്തെ പ്രമാണിച്ചുകൊണ്ട് ആകാശലോകത്ത് വായുവിൽ, ആകാശലോകത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ചുവട്, ഭൂമിക്ക് മീതെ വായുവിൽ അല്ലാഹു തആല വലിയ ഡെക്കറേഷൻ ചെയ്തതായി അന്ന് പലരും കണ്ടിരുന്നു. നല്ല വർണ്ണങ്ങളുള്ള വർണ്ണാഭമായ പട്ടുകളാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ, അതായത് വായുമണ്ഡലത്തിൽ പട്ടുകളാൽ ഡെക്കറേഷൻ ചെയ്തതായി കണ്ടിരുന്നു എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് അല്ലാമ ബാജൂരി പറയുന്നുണ്ട്, ഇതാണ് മൗലിദിൻ്റെ സദസ്സുകളിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നാം സദസ്സുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ മൗലിദുദ് ദർദീർ, അതിന് ബാജൂരി ശർഹ് എഴുതി, വ്യാഖ്യാനം എഴുതി, അവിടെയും അദ്ദേഹം അങ്ങനെ പറയുന്നതായി കാണാം. മാത്രമല്ല നമ്മുടെ ഇമാം റസ്സായി തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും പറഞ്ഞു, 161 പേജിൽ അവർ പറഞ്ഞു, മൗലിദിൻ്റെ മാസം റബീഉൽ അവ്വലിൽ കുട്ടികളുടെ വിദ്യാലയങ്ങൾ, അത് മദ്രസകൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല ഭംഗിയുള്ള തോരണങ്ങളൊക്കെ തൂക്കി കുട്ടികൾക്ക് ഈ മാസത്തെക്കുറിച്ച് ബോധ്യം വരുന്ന വിധം, സന്തോഷം വരുന്ന വിധം
സന്തോഷം പ്രകടിപ്പിക്കണം, ഭംഗിയാക്കണം, തോരണങ്ങൾ തൂക്കണമെന്ന്, അത് സുന്നത്താണ് എന്ന്, യംബഗി അനിവാര്യമാണ് എന്ന്, അഥവാ സുന്നത്താണ് എന്ന് അവർ പറയുന്നതായി കാണാം. അപ്പോൾ അത് മുഹിബ്ബീങ്ങൾക്ക് വളരെ ആവശ്യമാണ്, അനിവാര്യമാണ്. മുഹിബ്ബീങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. അത് അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഹിയ ബിസ്സഖാരിഫി തസ്ദാൻ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ മരത്തിൽ മുത്തുനബിയുടെ ആഗമനം പ്രമാണിച്ചുകൊണ്ട് ഡെക്കറേഷങ്ങളാൽ അത് ഭംഗിയായിരുന്നു, തിളങ്ങിയിരുന്നു. എന്താണ് ഒന്നാനാകാശത്ത് തന്നെ ആ ഡെക്കറേഷൻ ചെയ്യാതിരുന്നത്? സിദ്റത്തുൽ മുൻതഹയിലാണ് ഡെക്കറേഷൻ ഉണ്ടായത്. അതെന്താ കാരണം? അത് ഡെക്കറേഷൻ ചെയ്യേണ്ടത് യാത്രയുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നീട് 7 ആകാശത്തിൻ്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹയിലെത്തി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് അതുവരെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യാത്രയപ്പ് നടത്തിയത്. റസൂലുള്ളാഹിന്റെ ഖാദിമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഖാദിമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യാത്രയപ്പ് നടത്തിയതാണ് സിദ്റത്തുൽ മുൻതഹ വരെ. അത് യാത്രയുടെ ഒടുക്കമല്ല, അത് യാത്രയുടെ തുടക്കമാണ് സിദ്റത്തുൽ മുൻതഹ. പക്ഷേ അതുവരെ മാത്രമേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോകാനുള്ള അനുമതിയുള്ളൂ. അതായത് നാമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വിദേശത്തേക്ക് യാത്ര പോകുമ്പോൾ നാം എയർപോർട്ട് വരെ എയർപോർട്ട് വരെ പോകൽ നമുക്ക് പതിവുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ അനുമതിയില്ല. അവിടുന്ന് എല്ലാവർക്കും പോകാൻ പറ്റില്ല. എയർപോർട്ട് വരെ പോകാം. എന്നതുപോലെ ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഏകദേശം ഒരു എയർപോർട്ടിൻ്റെ സങ്കല്പമാണ് സിദ്റത്തുൽ മുൻതഹയ്ക്കുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് ഔദ്യോഗികമായ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയുള്ളത്. അർശിലേക്കും അർശിൻ്റെ അപ്പുറത്തേക്ക് കോടാനുകോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അർശ് കഴിഞ്ഞിട്ട് പിന്നെ നൂറ് മുഹമ്മദിയിലേക്ക് എത്താൻ. അതാണ് ഖാബു കൗസൈനി എന്ന് പറയുന്ന മേഖല, നൂറ് മുഹമ്മദിയുടെ മേഖല. ആ ഖാബു കൗസൈനി വരെ എത്തിയിട്ടുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ഹദീസുകളിലായി കാണാം. അപ്പോൾ പ്രധാനപ്പെട്ട യാത്രയുടെ തുടക്കവും കവാടവുമാണ് സിദ്റത്തുൽ മുൻതഹ. അതുകൊണ്ടാണ് അവിടെ ഡെക്കറേഷൻ നടത്തിയത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വലിയ അത്ഭുതങ്ങളാണ് കാണാനുള്ളത്. സുമ്മ ഇലാ മാ ഷാ അല്ലാഹ്, അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ പിന്നെ അവിടുന്നാണ് ആ സംഭവമാണ് ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ കവിതയിൽ വിശേഷിപ്പിച്ചത്. തനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, ഹബീബായ നബിയെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് എന്നെ വിട്ടേക്കണം, എനിക്ക് ഇവിടുന്ന് പോരാൻ കഴിയൂല. ഹദീസിലുണ്ടത്. ലൗ ദനൗത്തു ഖദ്റ അൻമുലത്തിൻ, ഒരു വിരൽ കൊടിയുടെ അത്ര, ഒരു ചാണ്, ഒരു വിരൽ കൊടിയുടെ അത്ര ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ കൂടെ വന്നാൽ ഞാൻ കരിഞ്ഞു പോകുമെന്ന് ഹദീസ് കാണാം. അവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല. അത്രയും പ്രകാശത്തിൻ്റെ പവറുള്ള മേഖലയാണ് സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക്. പക്ഷേ എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമായ അള്ളാഹു പടച്ച മുഴുവൻ പ്രകാശങ്ങളുടെയും അടിസ്ഥാനമായ ഉത്ഭവമായ സെൻ്ററായ കേന്ദ്രമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അർശിൻ്റെ പ്രകാശമോ ഒന്നിൻ്റെ പ്രകാശവും പ്രശ്നമല്ല. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നബിയെ എന്നെ അങ്ങ് വിട്ടേക്കുക, തഖദ്ദം അങ്ങക്ക് പോവാം, അങ്ങ് പോവുക, ലാ തഖഫ് ഒന്നും പേടിക്കേണ്ടതില്ല, അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ,
സർവാധിപനായ അള്ളാഹുവിനോട് അങ്ങ് സംഭാഷണം നടത്താനാണ് പോകുന്നത്, സന്തോഷത്തോടെ പോവുക എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. സുമ്മ ഇലാ മാ ഷാ അല്ലാഹ്, പിന്നീട് അള്ളാഹു ഏതെല്ലാം മേഖലയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞത് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വലിയ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടുണ്ട്. എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് നമ്മെക്കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. അത് ചില ഹദീസുകളിലൊക്കെ രേഖകളിലൊക്കെ ഖാബ് കൗസൈനി വരെ പോയി. അതാണ് പ്രപഞ്ചത്തിൻ്റെ അവസാനം. പ്രപഞ്ചം അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല. ഖാബ് കൗസൈനി എന്ന് പറയുന്നത് നൂർ മുഹമ്മദിയുടെ മേഖലയാണ്. നൂർ മുഹമ്മദി വരെ പോയി. അതിലൊക്കെ പല രഹസ്യങ്ങളും ഉണ്ട്. ആ രഹസ്യങ്ങളൊന്നും പബ്ലിക്കായി പറയാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അത് വിവരിക്കുന്നില്ല. വഫുരില അലൈഹി സ്വലവാത്തു, പിന്നീട് അള്ളാഹുവിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അള്ളാഹു തആല സമ്മാനമായി 5 വഖത്ത് നിസ്കാരങ്ങളാണ് നൽകിയത്. ആ നിസ്കാരം സമ്മാനമോ? അതെ, നിസ്കാരം വലിയ സമ്മാനമാണ്. നിസ്കാരം വലിയ സമ്മാനമാണ്. ജുഇലത്ത് ഖുർറത്തു ഐനി ഫി സ്വലാഹ് എന്നാ മുത്തനബി പറഞ്ഞത്. 2-3 കാരണങ്ങളെ കൊണ്ട് നിസ്കാരം സമ്മാനമാണ്. ഒന്ന്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത്ത് ഖുർറത്തു ഐനി ഫി സ്വലാഹ്, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ്. എനിക്ക് നിസ്കാരത്തിലാണ് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത്, കൺകുളിർമ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സമ്മാനമാണല്ലോ. മനുഷ്യന് ഈ ദുനിയവിയായ ജീവിതത്തിൽ കൺകുളിർമയും സമാധാനവും സന്തോഷവും നിസ്കാരത്തിലാണ് ഏറ്റവും ലഭിക്കുന്നത് എങ്കിൽ ആ നിസ്കാരം തന്നെ അല്ലേ ഏറ്റവും വലിയ സമ്മാനം. രണ്ടാമത്തെ കാരണം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഖാമ ഇല സ്വലാഹ് എന്ന ഹദീസ് കാണാം. ബുഖാരിൻ്റെ ഹദീസാണ്. എന്തെങ്കിലും ഒരു വിഷയം മുത്തനബിയെ മാനസികമായി വേദനിപ്പിച്ചാൽ, മുത്തനബിക്ക് മാനസികമായി ചെറിയൊരു പ്രശ്നം തോന്നിയാൽ, വിഷമമുണ്ടായാൽ, ഖാമ ഇല സ്വലാഹ്, മുത്തനബി നിസ്കാരത്തിലേക്ക് അങ്ങ് നിൽക്കും. നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്നാൽ എല്ലാം മറന്നു പോകും. അള്ളാഹു നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് ഔലിയാക്കന്മാർ. ആ സ്ഥാനത്തേക്ക് എത്തിയ ഔലിയാക്കന്മാർ ഒരൊറ്റ രാത്രി തന്നെ ഉറങ്ങാതെ 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്നത്. ഉറങ്ങാൻ തോന്നുകയില്ല. ഉറങ്ങുന്നതിനേക്കാൾ രസം നിസ്കാരത്തിനാണ്. പിന്നെ എന്തിനു ഉറങ്ങണം? 100 റക്അത്ത്, 500 റക്അത്ത്, 1000 റക്അത്തൊക്കെ ഒരൊറ്റ രാത്രി നിസ്കരിക്കുന്ന ഔലിയ സ്വാലിഹ്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ. അപ്പോൾ നിസ്കാരം വലിയ സമ്മാനം തന്നെയാണ്. അങ്ങനൊരു ആരാധന അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആരാധിക്കാൻ കഴിയൂലല്ലോ. ആരാധനയുടെ രൂപവും ഭാവവുമൊക്കെ അല്ലാഹു റസൂലും പറഞ്ഞു തരണ്ടേ. നീ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് തൃപ്തിയാണ്, എൻ്റെ പൊരുത്തം കിട്ടും, എൻ്റെ സ്നേഹവും എന്നോട് അടുക്കാനും എൻ്റെ പ്രീതിയും ലഭിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് അള്ളാഹും റസൂലും പറഞ്ഞു തരണ്ടേ. ഇപ്പം നമ്മൾ 2 കാല് മേപ്പെട്ടാക്കി തല കീപ്പോട്ടാക്കി ഇങ്ങനെ നിന്നാൽ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അള്ളാഹു തആല നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതൊരു ആരാധനയായി പറഞ്ഞു തന്നിട്ടില്ല. ആരാധനയായി അള്ളാഹു എന്ത് പറഞ്ഞു തരുന്നോ അത് മാത്രമേ ആരാധനയായി ഗണിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു ഇങ്ങനെ നിസ്കാരത്തിൻ്റെ ആ മര്യാദയോടുകൂടെ അത് നിർവഹിച്ചാൽ അള്ളാഹു അവൻ്റെ പൊരുത്തം തരും, അവൻ്റെ അടുപ്പം തരും, സ്വർഗം തരും. അതുവരെ ചെയ്ത് പാപങ്ങളൊക്കെ പൊറുക്കും. വല്ലാത്ത ഓഫർ തന്നെ. അപ്പോൾ നിസ്കാരം വലിയ സമ്മാനമാണ്. 3-ാമത്തെ കാര്യം, നിസ്കാരം സമ്മാനമാവാനുള്ള 3-ാമത്തെ കാര്യം, ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളിൽ ഒരാൾ അവൻ്റെ വീട് മുറ്റത്തിലൂടെ ഒരു
പുഴ ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ആ പുഴയിൽ നിന്ന് 5 പ്രാവശ്യം 5 സമയങ്ങളിലായി അവൻ കുളിച്ചാൽ അവൻ്റെ ശരീരത്തിൽ പിന്നെ അഴുക്കുണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അതാണ് നിസ്കാരം. 5 വഖത്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ ആ 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു എന്നാ. മാ ബൈന സ്വലാത്തൈനി, 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള ദോഷങ്ങളൊക്കെ ആ നിസ്കാരം പൊറുക്കും. സുബ്ഹ് നിസ്കരിച്ച് ളുഹുർ നിസ്കരിക്കുന്നത് വരെയുള്ള ചെറുദോഷങ്ങളൊക്കെ ളുഹുർ നിസ്കരിക്കലോടുകൂടെ അത് മുഴുവൻ പൊറുക്കപ്പെട്ടു. ളുഹുർ നിസ്കരിച്ച് അസ്ർ നിസ്കരിക്കുന്നതോടുകൂടെ അസ്റിൻ്റെയും ളുഹുറിൻ്റെ ഇടയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അസ്ർ നിസ്കരിച്ച് പിന്നെ മഗ്രിബ് നിസ്കരിക്കലോടുകൂടെ അസ്റിൻ്റെ മഗ്രിബിൻ്റെ ഇടയിലുള്ള ദോഷങ്ങൾ പുറത്തു, ചെറുദോഷങ്ങൾ. മഗ്രിബ് നിസ്കരിച്ച് ഇഷ നിസ്കരിക്കുന്നതിൻ്റെ അടിയിൽ മുഴുവൻ പുറത്തു. ഇഷ നിസ്കരിച്ച് സുബഹ് നിസ്കരിക്കലോടുകൂടെ അതിൻ്റെ അടിയിൽ മുഴുവൻ ദോഷങ്ങളും പുറത്തു. അതുപോലെ അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തു ലിമാ ബൈനഹുമാന്ന് സ്വഹീഹായ പ്രബലമായ ഹദീസാണ്. ഒരു ജുമുഅ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച കൂടെ ജുമുഅ നിസ്കരിക്കണം. എന്നാൽ 2 വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരങ്ങൾക്കിടയിലുള്ള ആഴ്ചയിലുള്ള ദോഷങ്ങളൊക്കെ ചെറുദോഷങ്ങൾ മുഴുവനും പൊറുക്കുന്ന അള്ളാഹുവിൻ്റെ ഓഫറാണ്. അള്ളാഹുക്ക് അളവ് അറിയില്ല, അള്ളാഹു ഓഫർ തന്നതാണ്. അപ്പോൾ നിസ്കാരം വലിയ ജുമുഅ നിസ്കാരം അടക്കമുള്ള 5 വഖത്ത് നിസ്കാരങ്ങൾ അത് വലിയ സമ്മാനം തന്നെ. 5 വഖത്ത് നിസ്കാരങ്ങൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദോഷങ്ങളിൽ ഒന്നും അവശേഷിക്കില്ല എന്ന് ഹദീസിൽ കാണാം. അതിൻ്റെ ഉദ്ദേശ്യം ചെറുദോഷങ്ങൾ എന്ന വൻദോഷങ്ങൾക്ക് തൗബ ചെയ്യൽ നിർബന്ധമാണ്. വഫുരിദ അലൈഹി സ്വലവാത്തു, 5 വഖത്ത് നിസ്കാരങ്ങൾ ഫറലാക്കപ്പെട്ടു. 5 വഖത്തല്ല ആദ്യം ഫറലാക്കപ്പെട്ടിരുന്നത്, 50 വഖത്തായിരുന്നു. 50 വഖത്ത് ഫറലാക്കപ്പെട്ടിരുന്നു. 50 റക്അത്തല്ല, 50 വഖത്ത് തന്നെ ഫറലാക്കപ്പെട്ടിരുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. 6-ാം ആകാശത്തേക്ക് എത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തെങ്കിലും സമ്മാനം കിട്ടിയോ? നബി പറഞ്ഞു, അതെ, എന്താണ്? 50 വഖത്ത് നിസ്കാരം ഫർളാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി പറഞ്ഞു, എന്നാലേ അള്ളാഹുവിനോട് ചെന്ന് പറയാ അതൊന്ന് ലഘൂകരിച്ച് തരാന്. ബനു ഇസ്രായേലിനോട് ഞാൻ നല്ലോണം അവരോട് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, അവരെ ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആ അനുഭവത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ സമുദായത്തിന് 50 വഖത്ത് നിസ്കാരം ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ലഘൂകരിക്കാൻ പറയണം. അങ്ങനെ മുത്തനബി വീണ്ടും അള്ളാഹുവിനോട് നേരത്തെ ആ സമ്മാനം കൊടുത്ത ഭാഗത്തേക്ക് വീണ്ടും പോയി. കാബു കൗസൈനി ആയിരിക്കാം, അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് എന്താണ് കാബു കൗസൈനി എന്ന് അങ്ങനെ പബ്ലിക്കായിട്ട് വിവരിക്കാൻ പറ്റിയ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. 50 വഖത്ത് നിസ്കാരമുള്ളത് അള്ളാഹുവിനോട് ലഘൂകരിച്ച് തരാൻ പറഞ്ഞു. അപ്പം അത് 45 വഖത്താക്കി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് എത്തിയ മൂസാ നബി വീണ്ടും പറഞ്ഞു, ഇതും കഴിയൂല. അപ്പോൾ വീണ്ടും പോയി, അങ്ങനെ 40 വഖത്താക്കി ചുരുക്കി. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ അടുത്ത് മൂസാ നബി പറഞ്ഞു, ഇതിനും കഴിയൂല, വീണ്ടും ചുരുക്കി തരണം എന്ന് പറയും. അങ്ങനെ അത് 35 പിന്നെ 30 അങ്ങനെ അവസാനം 5 വഖത്താക്കി ചുരുക്കി. 5 വഖത്താക്കി ചുരുക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, പറഞ്ഞതിന് ഇനി മാറ്റം ഉണ്ടാവില്ല കേട്ടോ, ഇനി പോയിക്കോ. അങ്ങനെ പറഞ്ഞേച്ചു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലേ. മൂസാ നബി പറഞ്ഞു 5 വഖത്തും കഴിയൂല എന്ന്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിൻ 1 വഖത്താണ് സമുദായത്തിനോട് പറഞ്ഞത്, 1 വഖത്ത് നിസ്കരിക്കാൻ. എന്നിട്ടും അവരത് പൂർണ്ണമായും പാലിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ 5 വഖത്തുണ്ട്, അതാ മൂസാ നബി, ആ അനുഭവത്തിലാണ് മൂസാ നബി പറയുന്നത്, എൻ്റെ സമുദായത്തിനോട് 1 വഖത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അവരത് ഏറ്റെടുത്തിട്ട് പാലിച്ചിട്ടില്ല പൂർണ്ണമായി. അപ്പോൾ നിങ്ങളിത് സാധിക്കൂല, ചുരുക്കി തരാൻ പറയാറുണ്ട്.
മുത്തനബി പറഞ്ഞു, ഞാൻ ഇനി റബ്ബിലേക്ക് ഇത് ചുരുക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ട് പോകുകയില്ല, കാരണം എനിക്ക് ലജ്ജയുണ്ട്. അങ്ങനെ അത് 5 വക്തായി നമുക്ക് ഫർളാക്കപ്പെട്ടു. ഈ 5 വക്തുള്ള നിസ്കാരം റക്അത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫർളും സുന്നത്തും ഒക്കെ പാടെ നോക്കുമ്പോൾ അത് 50 റക്അത്തുണ്ട്. ഫർളുകളും ആ ഫർളുകളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് റവാത്തിബ് നിസ്കാരങ്ങൾ, മഗ്രിബിൻ്റെ മുമ്പുള്ള 2, ശേഷമുള്ള 2, ഇശാൻ്റെ മുമ്പുള്ള 2, ശേഷമുള്ള 2, സുബഹിയുടെ മുമ്പുള്ള 2, ശേഷം ഇല്ല, ളുഹറിൻ്റെ മുമ്പുള്ള 4, ശേഷമുള്ള 4, അസറിൻ്റെ മുമ്പുള്ള 4, ശേഷം ഇല്ല. പിന്നെ വിത്തർ 11. വിത്തർ നിർബന്ധമാണെന്ന് അബു ഹനീഫ ഇമാം പറഞ്ഞത്. അപ്പോൾ അബു ഹനീഫ പറഞ്ഞ ആ വിത്തർ നിർബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളടുക്കൽ മുഅക്കദായ സുന്നത്ത്, ഒഴിവാക്കൽ ശക്തമായ കറാത്ത്. ആ വിത്തറും പാടെ കൂട്ടുമ്പോൾ 50 റക്അത്തായി. 50 റക്അത്ത് നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കാൻ ശ്രമിക്കണം. വഫുരിദ അലൈഹി സ്വലവാത്തു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം ഫർളാക്കപ്പെട്ടു. മാത്രമല്ല വറഅത്ത് റബ്ബഹു മിന്നുൽ ഐനാൻ, മുത്തനബിയുടെ 2 കണ്ണുകൾ, മുഖത്തുള്ള കണ്ണുകൾ തൻ്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി മുഖത്തുള്ള 2 കണ്ണുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ദർശിച്ചു, നേരെ കണ്ടു. ആ ഒരു സൗഭാഗ്യം, അനുഭൂതി ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മുഖത്തുള്ള കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള കഴിവ്, ആ സൗഭാഗ്യം അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വരെ കൊടുത്തിട്ടില്ല. ആദം നബിക്കോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോ അങ്ങനെയുള്ള നബിമാർക്കും ഔലിയാവിനൊന്നും കൊടുത്തിട്ടില്ല. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കിബാറുൽ ഔലിയ ഒക്കെ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് തന്നെ കാണുന്നവരാണ്, കണ്ടവരാണ്. പക്ഷേ ആ കാഴ്ച മുഖത്തുള്ള കണ്ണുകൊണ്ടല്ല, അത് ബസീറത്ത് കൊണ്ടാണ്, ബസറ് കൊണ്ടല്ല. ബസർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കാ പറയാം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ കൽബിൻ്റെ കാഴ്ചക്കാണ് പറയാം. കൽബിൻ്റെ കാഴ്ച കൊണ്ടാണ് കണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നാം സ്വർഗപ്രവേശനം ലഭിച്ചാൽ അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൽ ചെന്ന് അള്ളാഹുവിനെ നേരെ മുഖത്തുള്ള കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ അള്ളാഹുവിനെ കണ്ടു. ആ വിഷയത്തിൽ തർക്കമില്ല സ്വഹാബത്തിന്. മിഅ്റാജിൻ്റെ രാത്രി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വഹാബത്തിൽ ഇബ്നു അബ്ബാസ് തങ്ങളും റളിയല്ലാഹു അൻഹു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ട് എന്ന് പറയേണ്ടതില്ല. പിന്നെന്താണ് സംഭവിച്ചത്? അവിടെ ചെറിയ തർക്കമുണ്ട് എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് മൗലിദുൽ ഹുസ്നൈനി വിവരിക്കുന്നത്. എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടത്? മുനസ്സഹൻ അനിൽ കമ്മി വൽ കൈഫി വൽ ജിഹാത്തി വൽ മക്കാൻ. അള്ളാഹുവിനെ കണ്ടത് മുനസ്സഹൻ, അള്ളാഹുവിനെ കണ്ടു. അള്ളാഹു മുനസ്സഹാണ് അനിൽ കമ്മി, അള്ളാഹു നീളം, വീതി, ഇത് മുതൽ ഇതുവരെ അങ്ങനെയുള്ള തോത്, അങ്ങനെയുള്ള കണക്കുകളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ കുൻഹ്, അള്ളാഹുവിൻ്റെ കുൻഹുദാത്ത്, അതിന് നീളവും വീതിയോ ഒന്നുമില്ല. ഇത് മുതൽ ഇതുവരെ അങ്ങനെയുള്ള കണക്കുകളൊന്നും, തോത് അള്ളാഹുവിനില്ല. വൽ കൈഫി, അള്ളാഹുവിന് രൂപവുമില്ല. എല്ലാ രൂപങ്ങളെയും അള്ളാഹുവാണ് പടച്ചത്, സർവ്വരൂപങ്ങളെയും അള്ളാഹുവാണ് പടച്ചത്, പ്രകടമാക്കിയത്. അള്ളാഹുവിന് ഒരു രൂപവുമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദാത്ത്, ദാത്തുൽ മുഖദ്ദസത്ത്,
അള്ളാഹുവിൻ്റെ കുൻഹ് യാഥാർത്ഥ്യം, ആ കുൻഹിന് യാഥാർത്ഥ്യത്തിന് രൂപമില്ല. വൽ ജിഹാദ്, അള്ളാഹുവിന് തായ്ഭാഗം, മേൽഭാഗം, ഇടഭാഗം, വലതുഭാഗം, മുൻഭാഗം, പിൻഭാഗം, ഇങ്ങനെ ഭാഗങ്ങളുമില്ല. ഭാഗങ്ങളൊക്കെ സൃഷ്ടികളാണ്, അള്ളാഹു പ്രകടമാക്കിയതാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. വൽ മക്കാൻ, സ്ഥലങ്ങളെ തൊട്ടും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് സ്ഥലങ്ങളൊക്കെ അള്ളാഹു പടച്ചവനാണ്, അള്ളാഹു പടച്ചതാണ്, സൃഷ്ടിച്ചതാണ്, പ്രകടമാക്കിയതാണ്. അപ്പോൾ അള്ളാഹു താല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ദർശിച്ച സമയത്ത് മാത്രമല്ല, അള്ളാഹു എപ്പോഴും, അള്ളാഹു ഉള്ളപ്പോഴെല്ലാം, ഇപ്പോഴും എപ്പോഴും അള്ളാഹു തആല ഈ പരിശുദ്ധിയുള്ളവന്, രൂപമില്ലാത്തവൻ, സ്ഥലമില്ലാത്തവൻ, ഭാഗമില്ലാത്തവൻ, അത് അള്ളാഹുവിന് എപ്പോഴും ഉള്ളതാണ്, അതിന് മാറ്റമില്ല. അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉള്ള അള്ളാഹു, ഈ വിശേഷണങ്ങളൊക്കെ, ഈ പരിശുദ്ധിയൊക്കെ ഉള്ള അള്ളാഹു, അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ കണ്ടു. അവിടെ കുറച്ച് വിവരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദർശനത്തിനെ കുറിച്ച് പല രഹസ്യങ്ങളും പറയേണ്ടതുണ്ട്, പറയാനുണ്ട്. എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കൂ. പക്ഷേ അത് പറയാൻ പബ്ലിക്കായി പറയേണ്ട വിഷയമല്ല എന്ന ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതുമല്ല, സാധാരണക്കാർക്ക് എന്തായാലും മനസ്സിലാകില്ല, അല്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ആ ഭാഗം നാം സംസാരിക്കാതിരിക്കുകയാണ് ഉചിതം. ഫഖദ് സ്വഹബി ഇസ്ബാത്തിർ റുഅ്യ, ഇവിടെ അള്ളാഹുവിനെ കണ്ടു എന്നത് സത്യമാണ്, ഹദീസിൽ വന്നതാണ്. ആര് പറഞ്ഞു? ഫഖദ് സ്വഹബി ഇസ്ബാത്തിർ റുഅ്യത്തി, അള്ളാഹുവിനെ ദർശിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി വ്യക്തമായി പ്രബലമായി വന്നിട്ടുണ്ട്. ഖബർ ഇബ്നു അബ്ബാസിൻ അലൈഹിമ റിദ്വാൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസിൽ ഉണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ അള്ളാഹുവിനെ കണ്ടു എന്നുണ്ട്. അത് കണ്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും ആലോചിച്ച് ഗവേഷണം നടത്തി പറയാൻ പറ്റിയൊരു സംഭവമല്ല. അതൊരു സംഭവമാണ്. ഒരു സംഭവത്തെക്കുറിച്ച്, സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിച്ചത് എന്നാണ്. ഒരു സംഭവിച്ച വിഷയത്തെക്കുറിച്ച് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഗവേഷണം നടത്തൽ എങ്ങനെ? അത് ഒന്നിരിക്കലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും അതിലേക്ക് ഇവിടെ ഒരു തേങ്ങ വീണിട്ടുണ്ടോ? തെങ്ങിൽ നിന്നൊരു തേങ്ങ വീണിട്ടുണ്ടോ? അതൊരു സംഭവമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. തേങ്ങ ആ മണ്ണിൽ പതിഞ്ഞ അടയാളപ്പെടുത്തൽ കാണുന്നുണ്ട്. അപ്പോൾ തെങ്ങിൽ നിന്നൊരു തേങ്ങ കുറഞ്ഞതായി കാണുന്നുണ്ട്. അങ്ങനെ അടയാളങ്ങളൊക്കെ വെച്ച് ഗവേഷണം ചെയ്ത് നമുക്ക് പറയാം, ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് വീണിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയല്ല ഈ സംഭവം. ഇത് കാണാത്ത ഒരു അടയാളവും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ്. 7 ആകാശങ്ങളും അർശും കുർസിയും ഒക്കെ കഴിഞ്ഞ് കോടാനുകോടി പ്രകാശവർഷം അപ്പുറത്ത് കിടക്കുന്ന അവിടെ വെച്ച് നടന്ന ഒരു സംഭവം. അതിനൊരു അടയാളം ഇവിടുന്ന് പറയാൻ കഴിയൂല ഭൂമിയിലുള്ള ആളുകൾക്ക്. അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ ഗവേഷണം നടത്തല്? അപ്പോൾ ഒരിക്കലും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് പറയാൻ പറ്റിയൊരു വിഷയമല്ല. റസൂലുള്ളാഹി അള്ളാഹുവിനെ നേരെ കണ്ണുകൊണ്ട് കണ്ടു. എന്നാൽ അള്ളാഹുവിനെ പറ്റിയാ പറയുന്നത്, റസൂലിനെ പറ്റിയാ പറയുന്നത്, ചില്ലറ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മുഖത്തുള്ള കണ്ണുകൊണ്ട് നേരെ കണ്ടിട്ടുണ്ടേ എന്നുള്ള
ഗൗരവമുള്ളൊരു വിഷയം വിവരസ്ഥനായ വിവരമുള്ള വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പരസ്യമായി പറയണമെങ്കിൽ ഒരിക്കലും അവർ അത്രയും ഗൗരവമുള്ളൊരു വിഷയം സ്വയിഷ്ടപ്രകാരം സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഒരിക്കലും അവർ പറയൂല. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസ് വ്യക്തമായി അവർക്ക് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മറ്റു ചില സ്വഹാബികളൊക്കെ ആണയിട്ട് പറയുമ്പോൾ ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും അറിയാം ഇവരൊരിക്കലും, ഈ പ്രഗത്ഭരായ സ്വഹാബിമാർ ഇവരൊരിക്കലും റസൂലുള്ളാഹിനെ പറ്റിയ കളവ് പറയൂല എന്ന് ആയിഷ ബീവിക്ക് അറിയാം. ആയിഷ ബീവി ഒരിക്കലും അതിനെതിര് പറയൂല. പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താവും, ഇവർ കളവ് പറഞ്ഞു എന്നാ പറയാം. അതിൻ്റെ അർത്ഥം വരിക റസൂലുള്ളാഹിനെ പറ്റി കളവ് പറഞ്ഞു എന്നർത്ഥം വരിക. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കൂട്ടം സ്വഹാബത്ത് പറഞ്ഞു റസൂലുള്ളാഹി അന്ന് മിഅ്റാജിൻ്റെ അന്ന് അള്ളാഹിനെ കണ്ടിട്ടുണ്ട്, നേരെ കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞതിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും അതിനെ നിഷേധിച്ചത് തെറ്റാണ്, കളവാണെന്ന് പറയൂല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഫവജബൽ മസീറു ഇലൈഹി, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കണ്ടിട്ടുണ്ട് എന്ന് ആണയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്, അത് അംഗീകരിക്കൽ അനിവാര്യമാണ്. നമുക്ക് മറ്റൊരു അഭിപ്രായം അവിടെ പറയേണ്ടതില്ല, പറയാൻ പറ്റില്ല. ലിഅന്നഹ ഇന്നമാ തുലഖാ ബിസമാഇൽ ആദാൻ, കാരണം ഈ ദിവ്യദർശനത്തിൻ്റെ വിഷയം അത് കാതിലൂടെ കേട്ടുകൊണ്ട് മാത്രമേ അത് ഇന്നമാ തുലഖാ ആ ഒരു വിഷയം മറ്റു വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാതിലൂടെ കേട്ടുകൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടുകൊണ്ട് മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. അല്ലാതെ ലാ തുഖാലു ബിജ്തിഹാദിൽ അദ്ഹാൻ, ബുദ്ധികളെ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് പറയപ്പെടാൻ സാധ്യമല്ല ആ വിഷയം. അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയുന്നൊരു വിഷയമാണെങ്കിൽ, അതിന് സാധ്യതയുള്ള കാര്യമാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു മറ്റുള്ളവർക്ക്. ഇത് അങ്ങനെ പറയപ്പെടാൻ പറ്റിയ സാധ്യതയുള്ള സംഗതിയല്ല, അതുകൊണ്ട് അതിനെ നിഷേധിക്കാനും പറ്റൂല. നിഷേധിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് അംഗീകരിക്കണം. വൽ മുസ്ബിത്തു മുഖദ്ദമുൻ അലൻ നാഫി, മാത്രമല്ല ഹദീസിൻ്റെ മേഖലയിൽ, റിപ്പോർട്ടിൻ്റെ മേഖലയിൽ നമ്മുടെ ശരീഅത്തിൽ ഒരു വലിയ തത്വമുണ്ട്, സർവാംഗീകൃതമായ തത്വം. അതെന്താ? വൽ മുസ്ബിത്തു മുഖദ്ദമുൻ അലൻ നാഫി, നിഷേധവും ഒരു കാര്യം ഉണ്ട് എന്ന് പറയലും ഇല്ല എന്ന റിപ്പോർട്ടും വന്നാൽ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനെ മുന്തിക്കണം എന്നാ. കാരണം ഇല്ല എന്ന് പറയാൻ തെളിവ് കിട്ടിയില്ലെങ്കിൽ തന്നെ, വിവരം കിട്ടിയില്ലെങ്കിൽ തന്നെ ഇല്ല എന്ന് ഒരാൾക്ക് പറയാം. ഉണ്ട് എന്ന് പറയണമെങ്കിലോ വിവരം കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് പറയാൻ വേഗമുണ്ട്, ആ വിവരം കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഉണ്ട് എന്ന് പറയണമെങ്കിൽ എല്ലാ വിഷയത്തിനും ഇല്ലാതിരിക്കലാണല്ലോ അടിസ്ഥാനം. അടിസ്ഥാനപരമായി എല്ലാ വിഷയവും അള്ളാഹു അല്ലാതെ സർവ്വസാധനവും ഇല്ലാതിരിക്കലാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ ഉണ്ട് എന്നുള്ള പുതിയ വിവരമാണ്, അത് തെളിവ് കിട്ടുമ്പോഴേ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉണ്ട് എന്നുള്ള തർക്കവും ഇല്ല എന്നുള്ള തർക്കവും വന്നാൽ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനെ മുന്തിക്കണമെന്ന് പൊതു നിയമമാണ്. കാരണം അതിലാണ് കൂടുതൽ തെളിവുണ്ടാവുക, രേഖയുണ്ടാവുക. കനഫി ആയിഷത അലിഹ റിദ്വാൻ, ആയിഷ ബീവി കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ മുന്തിക്കേണ്ടത് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ്. ഇതൊരു ബാഹ്യമായ ചർച്ചയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ തർക്കത്തിൻ്റെ കഴമ്പ് ആലോചിക്കുമ്പോൾ അങ്ങനെ ആയിഷ ബീവിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും ഒരു തർക്കമേ അവിടെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആയിഷ ബീവിൻ്റെ സംസാരം ഉൾക്കൊണ്ടാൽ.
കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മുത്തുനബി അള്ളാഹിനെ കണ്ടിട്ടുണ്ട് എന്ന് തർപ്പിച്ച് പറയുമ്പോൾ ആയിഷ ബീബി പറഞ്ഞത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആയിഷ ബീബിൻ്റെ വാക്കിലുള്ളത് കാണുകയേ ഇല്ല എന്ന. ഒരാളും ഒരിക്കലും ഒരു കാലത്തും കാണൂല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. അത് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയുക? ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. പൂർണ്ണ ചന്ദ്രന്റെ രാത്രി നിങ്ങൾ ചന്ദ്രനിലേക്ക് നോക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു തടവുമില്ലാതെ, ഇടതടവില്ലാതെ നേരെ നിങ്ങൾക്ക് ചന്ദ്രനെ ആർക്കും എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിനെ നാളെ മഹ്ശറിൽ വെച്ച് കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാവരുടെയും ഏകോപനമുള്ള വിശ്വാസമാണ് നാളെ മഹ്ശറിൽ വെച്ച് സ്വർഗത്തിൽ അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കാണും എന്നത്. അപ്പം അതിനെതിരിൽ ഒരിക്കലും ആയിഷ ബീവി പറയൂലല്ലോ. ആയിഷ ബീവിൻ്റെ വാക്കെന്താ? അള്ളാഹുവിനെ ആരും ഒരിക്കലും കാണൂല എന്ന് ആയിഷ ബീവിൻ്റെ വാക്കിലുള്ളത്. അപ്പം എന്താണ് ആയിഷ ബീവി പറയുന്നത് എന്ന് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ആയിഷ ബീവി പറയുന്ന അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന അഭിപ്രായവും രണ്ടും തമ്മിൽ രണ്ട് കോണിലേക്കാണ് പോകുന്നത്, രണ്ട് ദിശയിലേക്കാണ് പോകുന്നത്. ഒരേ ദിശയിലേക്ക് വരുമ്പോഴേ വൈരുദ്ധ്യമുള്ളൂ. രണ്ട് ദിശയിലേക്ക് സംസാരം തിരിഞ്ഞു പോയാൽ അവിടെ വൈരുദ്ധ്യമില്ല, അല്ലേ? മൂസ ശനിയാഴ്ച രാവിലെ ഇവിടെ വന്നു എന്നൊരാള്, മറ്റേ ആള് പറയുന്നത് മൂസ വെള്ളിയാഴ്ച ഉച്ചക്ക് ഇവിടെ വന്നിട്ടില്ല. അത് ഒരു കച്ചറയുള്ള സംഭവമല്ല, പരസ്പരം വൈരുദ്ധ്യമുള്ള തർക്കം അല്ല. രണ്ടും ശരിയായിരിക്കാം. മൂസ ശനിയാഴ്ച വന്നു എന്നത് ശരിയാണ്, മൂസ വെള്ളിയാഴ്ച ഉച്ചക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നതും ശരിയാണ്. മൂസ ശനിയാഴ്ച രാവിലെ വന്നു എന്നാ പറഞ്ഞത്, സ്ഥിരപ്പെടുത്തുകയാണ്. മൂസ വെള്ളിയാഴ്ച ഉച്ചക്ക് വന്നിട്ടില്ല, അത് നിഷേധമാണ്. ഒന്ന് സ്ഥിരപ്പെടുത്തലും ഒന്ന് നിഷേധമാണെങ്കിലും രണ്ട് കോണിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ തർക്കം യഥാർത്ഥത്തിൽ തർക്കമല്ല, രണ്ടും ശരിയായിരിക്കാം. എന്നതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ അള്ളാഹുവിനെ ദർശിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആയിഷ ബീവി പറയുന്നതോ, ആയിഷ ബീവി ഒരിക്കലും മുത്തുനബി എന്നല്ല, ഒരിക്കലും ആരും അള്ളാഹിനെ കാണൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ലാ തുദ്രിക്കുഹുൽ അബ്സ്വാർ വഹുവ യുദ്രിക്കുൽ അബ്സ്വാർ എന്നുള്ള ആയത്താ ആയിഷ ബീവി ഓതുന്നത്. അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കുൻഹ്, അള്ളാഹുവിൻ്റെ ദാത്തുൽ മുഖദ്ദസത്ത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്ത്, അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം, അത് ഒരു ശക്തിക്കും ഒരു കണ്ണിനും കാണാൻ കഴിയൂല എന്ന് ഖുർആനിലുണ്ട്. അത് ശരിയാണ്, അതിൽ തർക്കമല്ല. അതൊരിക്കലും കാണാൻ കഴിയൂല. മുത്തുനബി അടക്കമുള്ള സൃഷ്ടികൾക്കാർക്കും കാണാൻ കഴിയൂല അള്ളാഹുവിൻ്റെ കുൻഹുദ്ദാത്തിനെ. അള്ളാഹുവിൻ്റെ കുൻഹുദ്ദാത്ത് ആർക്കും തിരിഞ്ഞിട്ടില്ല. അതിനാണ് പൂർണ്ണമായ ദർശനമെന്ന് പറയുക. അപ്പൊ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ദർശനം അത് ആർക്കും ലഭിക്കൂല, ഒരിക്കലും ലഭിക്കൂല എന്നാണ് ആയിഷ ബീവി പറയുന്നത്. അത് വേറൊരു കോണായി, അതിൻ്റെ ദിശ വേറൊന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തേ പറഞ്ഞിട്ടുള്ളൂ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിലെ അള്ളാഹുവിനെ കണ്ടു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിനെ ദാത്തുൽ മുഖദ്ദസ് പൂർണ്ണമായ രൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടോ? അതൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായത്? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ്, മിഅ്റാജിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ
7 ആകാശവും അർശവും ഒക്കെ കണ്ടു, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അന്ന് അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങളൊക്കെ വലിയൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വരും. അപ്പോൾ അള്ളാഹുവിനെ അന്ന് പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ ഇന്നൊരു വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വരിക? നാം മമ്പുറം തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വരിക? മമ്പുറം തങ്ങളെ പൂർണ്ണമായി കണ്ടു എന്നാണ് ധരിച്ചു പോവുക. മമ്പുറം തങ്ങളെ പൂർണ്ണമായി കണ്ടു എന്നാണ്. അല്ലെങ്കിൽ മടവൂർ തങ്ങളെ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ, ഞാൻ മടവൂർ തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മടവൂർ തങ്ങളെ പൂർണ്ണമായി കണ്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ വരിക. അതുപോലെ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രൂപത്തിൽ, പൂർണ്ണമായ ദർശനം, അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന രൂപത്തിൽ കണ്ടു എന്നതിന് അർത്ഥം വെക്കും ജനങ്ങൾ. അതർത്ഥം വെച്ചാൽ അതൊരു തെറ്റായ മെസ്സേജ് നൽകപ്പെടും, അത് ഒരു തെറ്റായ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിലുള്ള ദർശനം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഖുർആനിൽ പറഞ്ഞൊരു വിശ്വാസമാണ്, അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധിയാണത്. അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന പൂർണ്ണാർത്ഥത്തിലുള്ള ദർശനം അള്ളാഹുവിനെ ദർശിക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ആ വിശ്വാസത്തിന് കടകവിരുദ്ധാവും അത് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റായ വിശ്വാസത്തിന് വഴിയൊരുക്കാതിരിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുഫത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുഫത്ത് ഷഅരി, എൻ്റെ രോമങ്ങൾ എടുത്തു പിടിക്കുന്നു, ഞാൻ വിറച്ചു പോകുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വാക്ക് കേട്ടിട്ട്, അള്ളാഹു ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ, അതിൻ്റെ പ്രത്യക്ഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതിൻ്റെ പ്രത്യക്ഷം അതിനെതിരാണ്. അപ്പം ആ പ്രത്യക്ഷം ജനങ്ങൾ മനസ്സിലാക്കരുത്, അതിനെ തിരുത്താൻ വേണ്ടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത്. അലാ അന്നഹ ആയിഷ ബീവി, എന്നല്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലം തുഖ്ബിർ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലം അറ റഹ്മാൻ, എന്നല്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അള്ളാഹുവിനെ മിഅ്റാജിന്റെ രാത്രി കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കണെന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോഴേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ആയിഷ ബീവിയും വലിയ തർക്കമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഖുർആനിലുള്ള ഒരു സൂക്തമുണ്ട്, ആ സൂക്തത്തിൻ്റെ വ്യാഖ്യാനമാണ് ആയിഷ ബീവി പറഞ്ഞത്. എന്താണ് ആ വ്യാഖ്യാനം? ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ലാ തുദ്രികുൽ അബ്സാർ, അള്ളാഹുവിനെ കാഴ്ചകളൊന്നും ഒരു കണ്ണിനും അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിൽ കാണാൻ പറ്റുകയില്ല, ഒരിക്കലും പറ്റുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എല്ലാവരെയും അള്ളാഹു തആല പൂർണ്ണ രൂപത്തിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എപ്പോഴുള്ളൊരു നിയമമാണ്, ഇവിടെയും മഹ്ശറിലും സ്വർഗത്തിലൊക്കെ ഉള്ള നിയമമാണ്, അതിന് മാറ്റമല്ല. അതാണ് ആയിഷ ബീവി പറഞ്ഞത്. ആ ആയത്ത് ആയിഷ ബീവി ഓതിയിട്ടുമുണ്ട്. എന്നിട്ടാണ് ആയിഷ ബീവിൻ്റെ വിശദീകരണം. സുമ്മഹിയ, ആയിഷ ബീവി പിന്നീട് ഇന്നമാ നഫത്തി റുയത ഹത്തൽ ഇംകാൻ, അള്ളാഹുവിൻ്റെ ദർശനത്തിന് ആയിഷ ബീബി റളിയല്ലാഹു തആല അള്ളാഹുവിൻ്റെ ദർശനത്തിനെ നിഷേധിച്ചത് ഹത്തൽ ഇംകാൻ, സാധ്യതയെ കൂടിയാണ്. അള്ളാഹുവിൻ്റെ ദർശനത്തിൻ്റെ സാധ്യത തന്നെ ഇല്ല എന്നാണ് ആയിഷ ബീബി പറഞ്ഞത്. ഏത് ദർശനം? ബിമാനിൽ ഇദ്റാഖ്, പൂർണ്ണാർത്ഥത്തിലുള്ള ദർശനം. അതായത് ഇഹാത്തത്തിൽ മന്നാൻ, മന്നാനായ അള്ളാഹുവിനെ വലയം ചെയ്ത് സമഗ്രമായി അള്ളാഹുവിനെ വലയം ചെയ്ത് അറിയുക, കാണുക എന്ന് പറയുന്ന ആ കാഴ്ചയാണ് ആയിഷ ബീബി നിഷേധിച്ചത്. കാരണം ഫഖദ് അസ്ബത റുയതഹു ഫിൽ ആഖിറ, അള്ളാഹുവിനെ അടിസ്ഥാനപരമായി അള്ളാഹുവിനെ ദർശിക്കുമെന്ന്, ആഖിറത്തിൽ ദർശിക്കുമെന്ന് അസുന്നത്തു കൽ ഫുർഖാൻ, ഖുർആനും സുന്നത്തും അത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതിനെ നിഷേധിക്കാൻ ഒരിക്കലും ആയിഷ ബീവിക്ക് പറ്റൂല, ആയിഷ ബീവി നിഷേധിക്കൂല. ഫകൈഫ തൻഫിഹ, ആയിഷ ബീവി എങ്ങനെ ഖുർആനും സുന്നത്തും പറഞ്ഞ അള്ളാഹുവിനെ ദർശിക്കലുണ്ടാവും മഹ്ശറിൽ, സ്വർഗത്തിൽ?
എന്ന് പറഞ്ഞതിന് ആയിഷ ബീവി എങ്ങനെ നിഷേധിക്കുക? അതിനെ നിഷേധിക്കാൻ പറ്റൂല. ആ സ്വർഗത്തിൽ കാണുന്ന ദർശനം എങ്ങനെയാണോ ആ ദർശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി കണ്ടിട്ടുണ്ട്. കമാ നഫാ അഹ്ലുൽ ഇഅ്തിസാലിൽ മുഹാൻ. എന്നാൽ അഹ്ലുൽ ഇഅ്തിസാലിൽ മുഹാൻ, മുഅ്തസിലത്ത് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികളായ ആക്ഷേപിക്കപ്പെടുന്ന ആ കക്ഷി, അവർ അള്ളാഹുവിനെ തീരെ കാണുകയില്ല സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ആയിഷ ബീവി പറയൂല. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.